വിഷമിക്കാതെ, എല്ലാത്തിനും ദേവി ഒരു പരിഹാരം കാട്ടിത്തരും. അച്ഛാ, ഞങ്ങക്ക് പുതിയ കുപ്പായം വേണോന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞേ അച്ഛാ. ഈ കീറിയ കുപ്പായം ഒരു സൂചിയും നൂലും കൊണ്ട് തുന്നിയാ പോരെ? അത് ശരിയായിക്കോളും. നമ്മുടെ ഈ ദുരിതം എന്നെങ്കിലും മാറുമോ? ശുംഭനാണെങ്കിലും ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. നോമിന്റെ കൂടെ നടക്കണതിന്റെ ഒരു ഗുണം കാണണുണ്ട്. ഏതു സംഘടിത ശക്തിക്ക് മുന്നിലും കീഴടങ്ങാതിരിക്കാൻ ഒരാൾക്കുമാവില്ല. ഇവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർക്കിപ്പോഴും താമ്പ്രാക്കന്മാരോടാ കൂറ്. ഇത്തവണ പാട്ടം ഇപ്പോഴുള്ളതിന്റെ 3 പറ കൂടുതൽ തരണമെന്നാ തമ്പ്രാൻ പറഞ്ഞിരിക്കണത്. അധ്വാനിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു തുക പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും. ഞങ്ങൾ ഈ മണ്ണിൽ പണിയെടുത്തിട്ട് കിട്ടാത്ത ലാഭം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? അതിന് ഞങ്ങൾ മികച്ച ശേഷിയുള്ള വിത്തുകളും വളങ്ങളും കീടനാശിനികളും പ്രയോഗിച്ചുള്ള കൃഷി രീതികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിളകൾക്ക് കീടങ്ങളുടെ ശല്യം ഉണ്ടാവുകയില്ല. കീടങ്ങൾ പോലും തിന്നാൻ മടിക്കുന്ന മാരകമായ വിഷമാണോ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? അത് ശരിയാവൂല. നാട്ടിലെ ജനങ്ങളെ മുഴുവൻ രോഗികളാക്കി തീർക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. ഓരോരുത്തരായി കൃഷി അവസാനിപ്പിച്ചു. ബാങ്കിൽ നിന്ന് കടമെടുത്ത് ജപ്തി ഭീഷണിയായ പലരും ആത്മഹത്യ ചെയ്തു. കെട്ടിട നിർമ്മാണം നിലച്ചതോടെ ആ മേഖലയിലെ തൊഴിലാളികളും പണിയില്ലാതായി. പിന്നീട് എങ്ങനെയാണ് ഈ കർഷകർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? കേന്ദ്ര സർക്കാർ അവർക്ക് വേണ്ടി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. വിലാസിനിയുടെ മോളെ ഏതോ ഒരു ചെറുക്കനോട് ഒളിച്ചോടി പോയെന്ന്. അല്ലേലും ആ വിലാസിനിക്ക് അങ്ങനെ തന്നെ വേണം. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. ശരിയാടി, അല്ലേലും അവള് തൊഴിലുറപ്പിന് വരുന്നത് തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയാനാ. അത് നേരാ നീ പറഞ്ഞത്. അവളെ എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നവളാ. എന്റെ കെട്ടിയോൻ ഇച്ചിരി കള്ളു കുടിക്കുന്നതിന് അവളെ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാമോ? കുടുംബം നോക്കാത്തവനാ, കുടിയും കഴിഞ്ഞു വന്ന് എന്നെ തല്ലും എന്നൊക്കെ അവള് പറഞ്ഞു നടക്കുന്നു. ഇപ്പൊ പഴയ പോലെ കള്ളു കുടിച്ച് വഴി കിടപ്പൊന്നും ഇല്ലടി. ബംഗാളിയുടെ കൂടെ ഹെൽപ്പറായിട്ട് പണിക്ക് പോവല്ലേ. പണി കഴിഞ്ഞ് ബീവറേജിൽ പോയി കുപ്പിയും വാങ്ങി വീട്ടിൽ വന്നിരുന്നേ കുടിക്കത്തുള്ളൂ. അതെന്തായാലും നന്നായടി. എന്നിട്ട് കാലിക്കുപ്പി എന്റെ തന്നിട്ട് സ്നേഹത്തോടെ പറയൂടി, ഈ കുപ്പി നീ ബീവറേജിൽ കൊടുത്തിട്ട് റേഷൻ മേടിച്ചോളാൻ. അത് ശരിയാടി, കാലിക്കുപ്പി തിരിച്ചു കൊടുത്താൽ റേഷൻ മേടിക്കാനുള്ള കാശ് കിട്ടൂടി. ഇതേ നോക്കിയടി, ഒരു ബംഗാളിയല്ലേ അത്. ആ ചേച്ചി നിങ്ങളുടെ കൂടെ എന്തേലും പണി തരുമോ? ദൈവമേ, ബംഗാളികളെ കൊണ്ട് തോറ്റു. ഞങ്ങളെ കൊണ്ട് ഇനി തൊഴിലുറപ്പും ചെയ്യിക്കൂലേ? ശരിയാടി, ജയിലിൽ കിടക്കണവർക്ക് പോലും നമ്മുടെ ഇരട്ടി കൂലിയാ. നമുക്കാണെങ്കിൽ വർഷത്തിലാകെ 100 പണിയാ കിട്ടുന്നത്. മാത്രല്ലടി, ജയിലിൽ കിടക്കണവർക്ക് എന്നും ചിക്കനും മട്ടനും കൊടുക്കുന്നത്. മൊബൈലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ദേ ഇത് കണ്ട. എവിടെ കാണട്ടെ. നമ്മൾ മണ്ണിന്റെ മക്കൾക്ക് അതിന് കഴിയും. നിക്ക് ഇന്നത്തെ കൂലി കിട്ടണമെങ്കിലേ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. എല്ലാവരും ഇങ്ങോട്ടൊന്നും നിന്നേ.